ഫുട്ബോൾ വെറും ഒരു 90 മിനിറ്റിന്റെ കളി മാത്രമല്ല, അത് നെഞ്ചിടിപ്പാണ്. ചിലർക്കത് ജീവനാണ്, മറ്റു ചിലർക്കത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു തരം നിർവികാരതയാണ്. ഇതാ വീണ്ടും ഒരു ലോകകപ്പ് കാലം നമ്മുടെ വാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലും നമ്മൾ കളിപ്രേമികളുടെ ആവേശം കണ്ടു കഴിഞ്ഞു. അതെ, ലോകകപ്പ് വേദിയിൽ പന്തുരുളാൻ ഇനി അധികം ദിവസങ്ങളൊന്നുമില്ല. നമ്മൾ ഇതുവരെ കണ്ട ലോകകപ്പുകൾ പോലെയല്ല ഇത്തവണത്തേത്. ചരിത്രത്തിൽ ആദ്യമായി 3 വമ്പൻ രാജ്യങ്ങൾ ചേർന്നാണ് ഈ ഫുട്ബോൾ മാമാങ്കത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. അമേരിക്ക, മെക്സിക്കോ, പിന്നെ കാനഡ. അതുകൊണ്ട് തന്നെ ഇതൊരു മെഗാ ഇവന്റ് തന്നെയാണ്. മറ്റൊരു പ്രധാന മാറ്റം എന്താണെന്ന് വെച്ചാൽ, സാധാരണ 32 ടീമുകളാണ് ലോകകപ്പ് കളിക്കാറുള്ളത്. എന്നാൽ ഇനി മുതൽ കളി മാറും. ഇത്തവണ മാറ്റൊരുക്കാൻ പോകുന്നത് 48 ടീമുകളാണ്. കൂടുതൽ രാജ്യങ്ങൾ, കൂടുതൽ കളിക്കാർ, കൂടുതൽ ആവേശം. അതുകൊണ്ട് തന്നെ മത്സരങ്ങളുടെ എണ്ണം 64-ൽ നിന്ന് 104-ആയി ഉയർന്നിട്ടുമുണ്ട്. അതായത് ഒരു മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന ഒരു നോൺ സ്റ്റോപ്പ് ഫുട്ബോൾ പൂരം. ടീമുകളുടെ എണ്ണം കൂടിയതുപോലെ തന്നെ ഇത്തവണത്തെ ഏറ്റവും വലിയ വെല്ലുവിളി യാത്ര തന്നെയാണ്. കാനഡയിലെ വാൻകൂവർ മുതൽ മെക്സിക്കോ സിറ്റി വരെയുള്ള ദൂരം എത്രയാണെന്ന് അറിയാമോ? ഏകദേശം 4300-ലധികം കിലോമീറ്റർ ഉണ്ട്. ഒരൊറ്റ ടൂർണമെന്റിൽ കളിക്കാർക്ക് കാനഡയിലെ ആ മരം കോച്ചുന്ന തണുപ്പിലും കളിക്കേണ്ടി വരും. മെക്സിക്കോയിലെ കടുത്ത ചൂടിലും ബൂട്ട് കെട്ടേണ്ടി വരും. ഈ കാലാവസ്ഥ വ്യതിയാനവും നീണ്ട യാത്രകളും കളിക്കാരുടെ ഫിറ്റ്നസിനെ എങ്ങനെ ബാധിക്കുമെന്നത് കണ്ടറിയുക തന്നെ വേണം. ആരാധകർക്കും ഇതൊരു വലിയ പോക്കറ്റ് ചോർച്ച ഉണ്ടാകുന്ന യാത്രയായിരിക്കുമെന്നതിൽ സംശയമില്ല. ഫുട്ബോളിൽ വിവാദങ്ങൾ എപ്പോഴും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇത്തവണ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ഒരു വിപ്ലവം തന്നെയാണ് ഫിഫ ഒരുക്കുന്നത്. കഴിഞ്ഞ ലോകകപ്പിൽ നമ്മൾ കണ്ട സെമി ഓട്ടോമേറ്റഡ് ഓഫ്സൈഡ് ടെക്നോളജി കൂടുതൽ കൃത്യതയോടെ ഇതിലും ഉപയോഗിക്കും. പന്തിനുള്ളിൽ ഘടിപ്പിച്ചിട്ടുള്ള പ്രത്യേക ചിപ്പുകൾ വഴി ഓഫ്സൈഡുകൾ നിമിഷങ്ങൾക്കകം തിരിച്ചറിയാം. റഫറിമാരുടെ പിഴവുകൾ പരമാവധി കുറക്കാനും കളിയുടെ വേഗത കൂട്ടാനും ഈ അത്യാധുനിക സംവിധാനങ്ങൾ സഹായിക്കും. അതുകൊണ്ട് തന്നെ വിവാദ തീരുമാനങ്ങൾ ഇത്തവണ കുറവായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമ്മുടെ ഇതിഹാസങ്ങളിലേക്ക് വരാം. ഫുട്ബോൾ ലോകം ഒരൊറ്റ ചോദ്യമാണ് ഇപ്പോൾ ചോദിക്കുന്നത്: ഇത് മെസ്സിയുടെയും റൊണാൾഡോയുടെയും നെയ്മറിന്റെയും അവസാന ലോകകപ്പായിരിക്കുമോ എന്ന്. പ്രായം വെറും ഒരു നമ്പറാണെന്ന് തെളിയിച്ചുകൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ തന്റെ 6ാമത്തെ ലോകകപ്പിൽ ഗോൾ നേടി ചരിത്രം കുറിക്കാൻ ഒരുങ്ങുകയാണ്. മറുവശത്ത് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയെ നയിക്കാൻ സാക്ഷാൽ ലയണൽ മെസ്സിയും ഉണ്ടാകും. കൂടെ ബ്രസീൽ ടീമിനെ പ്രതാപകാലത്തേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സുൽത്താൻ നെയ്മറും. ഇവരുടെ അവസാന ലോകകപ്പ് നൃത്തം കാണാൻ കാത്തിരിക്കുന്ന ദശലക്ഷക്കണക്കിന് ആരാധകരാണ് ലോകത്തുള്ളത്. ഇവർക്കൊപ്പം എംബാപ്പയും ഹാലൻഡും ഒക്കെ നയിക്കുന്ന പുതിയ തലമുറയുടെ പോരാട്ടവും കൂടിയാകുമ്പോൾ കളി കനക്കും. ഇത്രയും വലിയൊരു ടൂർണമെന്റ് നടക്കുമ്പോൾ ഫിഫ ലക്ഷ്യമിടുന്നത് റെക്കോർഡ് വരുമാനമാണ്. ടിക്കറ്റ് വിൽപ്പനയിലൂടെയും സ്പോൺസർഷിപ്പുകളിലൂടെയും കോടിക്കണക്കിന് ഡോളറാണ് ഇത്തവണ ഒഴുകുക. കേൾക്കുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ ഫൈനൽ മത്സരത്തിന്റെ VIP ടിക്കറ്റുകൾക്ക് വരെ ലക്ഷക്കണക്കിന് രൂപയാണ് വില വരുന്നത്. എങ്കിലും ഫുട്ബോളിനെ ജീവനായി കാണുന്ന ആരാധകർ ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും പണം നോക്കാതെ ഈ വേദികളിലേക്ക് ഒഴുകിയെത്തുമെന്ന് ഉറപ്പ് തന്നെയാണ്. അതെ, ലുസൈൽ സ്റ്റേഡിയത്തിൽ മെസ്സി ലോക കിരീടമുയർത്തിയ ആ സുന്ദര നിമിഷത്തിന് ശേഷം വീണ്ടും ഒരു ലോകകപ്പ് പൂരം നമ്മുടെ മുന്നിലെത്തുകയാണ്. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഇതിനോടകം തന്നെ വലിയ വലിയ ഫ്ലെക്സുകളും കട്ടൗട്ടുകളും ഉയർന്നു കഴിഞ്ഞു. ഇത്തവണ ആ കപ്പ് ആര് കൊണ്ടുപോകും? അർജന്റീന ആ കിരീടം നിലനിർത്തുമോ? അതോ ബ്രസീൽ തങ്ങളുടെ 6ാമത്തെ നക്ഷത്രം പതിപ്പിക്കുമോ? ഫ്രാൻസോ പോർച്ചുഗലോ? അതോ മറ്റേതെങ്കിലും കറുത്ത കുതിരകളോ? ഇത്തവണ വേൾഡ് കപ്പിന്റെ പുതിയ അവകാശികൾ ആരാവുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.